46 അധ്യായം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അകത്തെ പ്രാകാരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം വേലയുള്ള 6 ദിവസവും അടച്ചിരിക്കണം. ശബ്ബത്തുനാളിലോ അത് തുറന്നിരിക്കണം. അമാവാസി ദിനത്തിലും അത് തുറന്നിരിക്കണം. എന്നാൽ പ്രഭു പുറത്തുനിന്ന് ആ ഗോപുരത്തിന്റെ പൂമുഖം വഴിയായി കടന്നുചെന്ന് ഗോപുരത്തിന്റെ മുറിച്ചുവരിനരികെ നിൽക്കണം. പുരോഹിതൻ അവന്റെ ഹോമയാഗവും സമാധാനയാഗവും അർപ്പിക്കുമ്പോൾ അവൻ ഗോപുരത്തിന്റെ ഉമ്മരപ്പടിക്കൽ നമസ്കരിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. എന്നാൽ ഗോപുരം സന്ധ്യവരെ അടയ്ക്കാതെയിരിക്കണം. ദേശത്തെ ജനം ശബ്ബത്തുകളിലും അമാവാസികളിലും ഈ ഗോപുരപ്രവേശനത്തിങ്കൽ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. പ്രഭു ശബ്ബത്തുനാളിൽ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത 6 കുഞ്ഞാടിനെയും ഊനമില്ലാത്ത ഒരു മുട്ടാടിനെയും അർപ്പിക്കണം. ഭോജനയാഗമായി അവൻ മുട്ടാടിന് 1 ഏഫായും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ള ഭോജനയാഗവും ഏഫാ 1 1 ഹീൻ എണ്ണ വീതവും അർപ്പിക്കണം. അമാവാസി ദിനത്തിലോ ഊനമില്ലാത്ത 1 കാളക്കുട്ടിയെയും 6 കുഞ്ഞാടിനെയും 1 മുട്ടാടിനെയും അർപ്പിക്കണം. ഇവയും ഊനമില്ലാത്തവയായിരിക്കണം. ഭോജനയാഗമായി അവൻ കാളയ്ക്ക് 1 ഏഫായും മുട്ടാടിന് 1 ഏഫായും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ളതും ഏഫാ 1 1 ഹീൻ എണ്ണ വീതവും അർപ്പിക്കണം. പ്രഭു വരുമ്പോൾ അവൻ ഗോപുരത്തിന്റെ പൂമുഖം വഴിയായി കടക്കയും ആ വഴിയായി തന്നെ പുറത്തേക്ക് പോകുകയും വേണം. എന്നാൽ ദേശത്തെ ജനം ഉത്സവങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ വടക്കേ ഗോപുരം വഴിയായി നമസ്കരിപ്പാൻ വരുന്നവൻ തെക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോകുകയും തെക്കേ ഗോപുരം വഴിയായി വരുന്നവൻ വടക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോകുകയും വേണം. താൻ വന്ന ഗോപുരം വഴിയായി മടങ്ങിപ്പോകാതെ അതിനെതിരെയുള്ളതിൽ കൂടി പുറത്തേക്ക് പോകണം. അവർ വരുമ്പോൾ പ്രഭുവും അവരുടെ മധ്യേ വരികയും അവർ പോകുമ്പോൾ അവനും കൂടെ പോകുകയും വേണം. വിശേഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും ഭോജനയാഗം കാളയ്ക്ക് 1 ഏഫായും മുട്ടാടിന് 1 ഏഫായും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ളതും ഏഫായ്ക്ക് 1 ഹീൻ എണ്ണയും വീതമായിരിക്കണം. എന്നാൽ പ്രഭു സ്വമേധാദാനമായ ഹോമയാഗമോ സ്വമേധാദാനമായ സമാധാനയാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നുകൊടുക്കണം. അവൻ ശബ്ബത്തുനാളിൽ ചെയ്യുന്നതുപോലെ തന്റെ ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. അവൻ പുറത്തേക്ക് പോയ ശേഷം ഗോപുരമടയ്ക്കണം. 1 വയസ്സു പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ 1 കുഞ്ഞാടിനെ നീ ദിനം പ്രതി യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. രാവിലെ തോറും അതിനെ അർപ്പിക്കണം. അതിന്റെ ഭോജനയാഗമായി നീ രാവിലെ തോറും ഏഫായിൽ 6 നേരിയ മാവ് കുഴയ്ക്കേണ്ടതിന് ഹീനിൽ 3 എണ്ണയും അർപ്പിക്കണം. അത് ഒരു ശാശ്വത നിയമമായി യഹോവയ്ക്കുള്ള നിരന്തര ഭോജനയാഗം. ഇങ്ങനെ അവർ രാവിലെ തോറും നിരന്തര ഹോമയാഗമായി കുഞ്ഞാടിനെയും ഭോജനയാഗത്തെയും എണ്ണയെയും അർപ്പിക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: പ്രഭു തന്റെ പുത്രന്മാരിൽ ഒരുത്തന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവന്റെ അവകാശമായി അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കണം. അത് അവകാശമായി അവരുടെ കൈവശമിരിക്കണം. എന്നാൽ അവൻ തന്റെ ദാസന്മാരിൽ ഒരുത്തന് തന്റെ അവകാശത്തിൽ നിന്ന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് വിടുതലാണ്ടുവരെ അവനുള്ളതായിരിക്കണം. പിന്നത്തേതിൽ അത് പ്രഭുവിന് തിരികെ ചേരണം. അതിന്റെ അവകാശം അവന്റെ പുത്രന്മാർക്കു തന്നെ ഇരിക്കണം. പ്രഭു ജനത്തെ അവരുടെ അവകാശത്തിൽ നിന്ന് നീക്കി അവരുടെ അവകാശത്തിലൊന്നും അപഹരിക്കരുത്. എന്റെ ജനത്തിൽ ഓരോരുത്തനും താന്റെ അവകാശം വിട്ട് ചിന്നിപ്പോകാതെ ഇരുപ്പാൻ അവൻ സ്വന്ത അവകാശത്തിൽ നിന്നു തന്നെ തന്റെ പുത്രന്മാർക്ക് അവകാശം കൊടുക്കണം. പിന്നെ അവൻ ഗോപുരത്തിന്റെ പാർശ്വത്തിലുള്ള പ്രവേശനത്തിൽ കൂടി എന്നെ വടക്കോട്ട് ദർശനമുള്ളതായി പുരോഹിതന്മാരുടെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ഞാൻ പടിഞ്ഞാറേ അറ്റത്ത് ഒരു സ്ഥലം കണ്ടു. അവൻ എന്നോട്: പുരോഹിതന്മാർ അകൃത്യയാഗവും പാപയാഗവും പാകം ചെയ്യുന്നതും ഭോജനയാഗം ചുടുന്നതുമായ സ്ഥലം ഇതാകുന്നു. അവർ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അവയെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോകാതെ ഇരുപ്പാൻ തന്നെ എന്ന് അരുളി ചെയ്തു. പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോയി. പ്രാകാരത്തിന്റെ 4 മൂലയ്ക്കലും ചെല്ലുമാറാക്കി. പ്രാകാരത്തിന്റെ ഓരോ മൂലയിലും ഓരോ മുറ്റമുണ്ടായിരുന്നു. പ്രാകാരത്തിന്റെ 4 മൂലയിലും 40 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള അടയ്ക്കപ്പെട്ട മുറ്റങ്ങളുണ്ടായിരുന്നു. 4 മൂലയിലുമുള്ള അവ 4നും ഒരേ അളവായിരുന്നു. അവയ്ക്ക് 4നും ചുറ്റും ഒരു പന്തി കല്ല് കെട്ടിയിരുന്നു. ഈ കൽനിരകളുടെ കീഴെ ചുറ്റും അടുപ്പുണ്ടാക്കിയിരുന്നു. അവൻ എന്നോട്: ഇവ ആലയത്തിന്റെ ശുശ്രൂഷകന്മാർ ജനത്തിന്റെ ഹനനയാഗം പാകം ചെയ്യുന്ന വെപ്പുപുരയാകുന്നു എന്ന് അരുളി ചെയ്തു.